മറ്റേ ഷുഗർ റിപ്പോർട്ട്, കൊളസ്ട്രോൾ റിപ്പോർട്ട്, സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ഫയലാണ് മെനു കാർഡായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം ഓൾ ഇൻ വൺ ആണല്ലോ അല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മതിയെ കാണും അല്ലേ? എന്തായാലും ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ആക്ച്വലി ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു വ്ളോഗാണ്, ഒരു ആൾക്കാരൊരു അവയർനെസ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി വളരെ ഒരു ബോറിങ് ടോപ്പിക്കാണ്. അതിൽ കുറേ കാര്യങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ അത് ബേസിക്കലി പറയില്ല, ടേബിൾ മാനേഴ്സിനെ കുറിച്ചാണ്, ടേബിൾ എറ്റിക്കറ്റിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ലെവൽ ലൈഫിൽ നമുക്ക് ആവശ്യം വരില്ല, പക്ഷെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് ഓർത്തിരുന്നാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഹെൽപ്പ് ക്രിയേറ്റ് ഗുഡ് ഇംപ്രഷൻ. ആവശ്യം വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. എല്ലാവരും ആ ഒരു ഹൈറ്റിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ബോറിംഗ് ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി രീതിയിലും കുറച്ചൊരു ആഷ് പുഷ് ഇംഗ്ലീഷ് ഒക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ബോറിംഗ് ടോപ്പിക് നോ. ഇങ്ങനെ ഈ കയ്യിൽ ഫോർക്ക്, ഈ കയ്യിൽ സ്പൂൺ പിടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി എൻ്റർടൈനിങ്. ആൻഡ് അപ്പോൾ ആൾക്കാർ ആ ഒരു മൈൻഡിലൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വിത്ത് സം ഇൻഫർമേഷൻ ഉള്ള രീതി മാത്രമേ ഈ വ്ളോഗ് കാണുക. പിന്നെ ഇതൊരു പുച്ഛത്തോടെ എടുക്കരുത്. നിങ്ങൾ മാക്സിമം അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് അത് ആവശ്യം വരട്ടെ എന്ന് തന്നെ വിചാരിക്കുക. ഒരു ഫ്യൂച്ചറിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻറ്റ് പീപ്പിളായിട്ട് ഡിന്നറിന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുക. എല്ലാവരും ഗ്രോ ചെയ്യട്ടെ. പിന്നെ ഇതൊന്നും ഞങ്ങളുടെ ഒപ്പീനിയൻ അല്ല. ഞങ്ങൾ കുറേ എറ്റിക്കറ്റ് ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ നിന്നും കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ഒരു മാക്സിമം ഇന്ത്യനൈസ്ഡ് ആയിട്ട് കമ്പൈൽ ചെയ്തതാണ്. സോ ഇതിലൊന്നും കാണിക്കുന്ന ഒന്നും നമ്മുടെ ഒപ്പീനിയനില്ല, പക്ഷെ നമുക്ക് കണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള, ഇതിൽ കാണുന്ന ഒന്നും നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ കഴിക്കാം, നമ്മൾ നല്ല നാടൻ കടയിൽ പോയി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മധുചേട്ടൻ്റെ ചേർത്തലയിൽ പോയി നല്ല ഫിഷ് കറി മീൽസ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജിയോൺ തട്ടുകടയിൽ പോയി പൊറോട്ടയും അവിടുത്തെ ബീഫ് കുറേ നാളെ മറന്നു ബീഫ് ചിക്കൻ ചുക്ക കഴിക്കുകയാണെങ്കിൽ ഇതൊന്നും കഴിക്കരുത്. അതൊക്കെ കൈ വെച്ച് കഴിച്ച് ആ പൊറോട്ടയൊക്കെ പൊട്ടിച്ച് ബീഫിലൊക്കെ മുക്കി കഴിച്ച് കൈയും മുക്കിയിട്ട് വേണം അവിടെയൊക്കെ പോകാൻ. സോ എല്ലാ സ്ഥലത്തും അതിൻ്റെ രീതി തന്നെ പാലിക്കണം. അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് അറിയാലോ, ഇമ്പോർട്ടിക്ക എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഈ ലേഡി സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രോഡക്ട്സ് അയച്ചു തരും. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കൂടെ അല്ലേ. സോ ഇപ്പം നമ്മൾ 3 പ്രോഡക്ട്സ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് 3ഉം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തത് ആക്ച്വലി ഇതിൽ ഞങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഗിവ് അവേ ചെയ്യും, കാരണം അതിൻ്റെ ആവശ്യം ഇപ്പം ഞങ്ങൾക്കില്ല. പക്ഷെ ആദ്യത്തെ പ്രോഡക്റ്റ് ഗിവ് അവേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും അതിനെ കാണിച്ചു തരാം. പിന്നെ അവസാനം ഇതിനെക്കുറിച്ചൊരു സമ്മറിയും കൂടെ പറയാം. ആദ്യത്തെ പ്രോഡക്റ്റ് ഇപ്പോൾ ഈ പ്രിയ ഉപയോഗിക്കുന്നതാണ്. പ്രിയ ഇത് ഡെയിലി 1 മിനിറ്റ് ഉപയോഗിക്കാറുണ്ട്. 1 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി. ഇത് ആക്ച്വലി പെൽവിക് സ്ട്രെങ്തനർ ആണ് പ്രിയ തന്നെ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ച് പെൽവിക് ഹിപ്സ് വെച്ച് നമ്മുടെ കാലിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പെൽവിക് ബോണൊക്കെ ടൈറ്റ് ആവും. പെൽവിക് മസിൽസ് ടൈറ്റ് ആവും. അതല്ലാതെ ഹിപ്പ് ഫ്ലെക്സേഴ്സും ആ ഹിപ്പിൻ്റെ ഒക്കെ ഏരിയ നല്ല ടൈറ്റ് ആവും. ഇത് ആക്ച്വലി എനിക്ക് ആഫ്റ്റർ പ്രഗ്നൻസിയാണ് ഇത് ഏറ്റവും നല്ലത്. ആൻഡ് അതുമാത്രമല്ല, ഇപ്പം ഡെയിലി ഒരു 1 മിനിറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മേക്കൊക്കെ നല്ലതാണ്. ആക്ച്വലി ഇത് ലേഡീസ് സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് ഗ്ലൂട്ട് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിലും പെൽവിക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിലും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് ആക്ച്വലി ഡെയിലി 1 മിനിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റിഫ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും. അതുമാത്രമല്ല, എനിക്കൊന്ന് എല്ലാ ലേഡീസും ശരിക്കും ഒരു ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര റിസൾട്ട് വിസിബിൾ അല്ലെങ്കിലും അകത്ത് നമ്മുടെ മസിലിന് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടേണ്ട സീറ്റ് ബെൽറ്റാണ്. പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളതും സീറ്റ് ബെൽറ്റാണ്. ഇത് ആക്ച്വലി പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സീറ്റ് ബെൽറ്റാണ്. ഇത് ആക്ച്വലി നമ്മുടെ വയറ്റിൻ്റെ അടിയിലേക്കാണ് ആ ഒരു സീറ്റ് ബെൽറ്റ് വരുന്നത്. യു ഷുഡ് നെവർ ഡ്രൈവ് ഓർ സിറ്റ് ഇൻ ദ പാസഞ്ചർ സീറ്റ് ഓർ ഈവൻ ഇൻ ദ ബാക്ക് സീറ്റ് വിത്തൗട്ട് എ സീറ്റ് ബെൽറ്റ്. ഇത് ആക്ച്വലി വളരെ നല്ല മെറ്റീരിയൽസ് ആയിട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഈ സാധനം. അപ്പോൾ ഇതും ഞാൻ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയയ്ക്ക് എസ്പെഷ്യലി ഞങ്ങളുടെ ടൈമിൽ പ്രിയ സീറ്റ് ബെൽറ്റ് ഇടില്ലായിരുന്നു, പ്രിയ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇതുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. ഇതിപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. 1599 ആണ് ഇത്. പ്രഗ്നൻസി സീറ്റ് ബെൽറ്റ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരും വെബ്സൈറ്റിൽ. I feel if you are uncomfortable wearing a seat belt, buy this, you'll feel much more comfortable. ആൻഡ് മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇവിടെ ആക്ച്വലി ഏറ്റവും പോപ്പുലർ പ്രോഡക്റ്റ് ആണ്. ഇത്
പ്രഗ്നൻസി ബെൽറ്റാണ്. പ്രഗ്നൻസി സമയത്ത് നമ്മുടെ വയറ്റിൻ്റെ ലോഡ് കുറച്ച് കുറയാനും നടുവേദനയൊക്കെ ഉള്ളവർക്ക് നല്ലൊരു പ്രൊഡക്റ്റാണിത്. ബട്ട് പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ ബിഫോർ വെയറിങ് ദിസ്. ആൻഡ് ഇത് ആക്ച്വലി മെയിനായിട്ട് നമ്മുടെ പെൽവിക് പ്രഷറും ലോവർ ബാക്ക് പെയിനും കുറയ്ക്കാനാണ്. പക്ഷേ ഇത് പ്രഗ്നൻസി കഴിഞ്ഞാലും ഇടാൻ പറ്റും. ഇത് ആക്ച്വലി സർക്കുലേഷനൊക്കെ വളരെ മൈൽഡ് പ്രഷർ ഇതിനുള്ളൂ. സോ സർക്കുലേഷനൊന്നും വലിയ വിഷയം വരാറില്ല, അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവാറില്ല. ആൻഡ് ഇത് ഇപ്പം നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞാലും ഇപ്പം നടുവേദന ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സേഷനായിട്ട് ചെയ്യുന്ന ഈവൻ ജിമ്മിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇത് ബ്രീത്തബിൾ ആണ്, വാഷബിൾ ആണ്. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഡ്യൂറിങ് പ്രഗ്നൻസി ഇടുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചർ. ആൻഡ് ഇത് എസ്പെഷ്യലി ഇതിൻ്റെ മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് നമുക്കൊരു ബ്രീത്തബിലിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സഫക്കേഷൻ പോലെയൊന്നും തോന്നില്ല. സോ ഇതാണ് ആക്ച്വലി അവരുടെ ഒരു ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ്. ഇതിനിപ്പോൾ ഓഫറുണ്ട്. ഇതിപ്പോൾ 2199 ആണ്. ആൻഡ് ഇതും ഒരു ഗിവ് വേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജെനുവൻലി നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ് ആണ്, യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആണ്. എസ്പെഷ്യലി സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുക. ഓടിക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രാവലിംഗ് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നല്ല ബൈ ആണ്. ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ ഒരു തവണ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ കീപ്പ് ഇറ്റ്. ആൻഡ് ഇത് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സീറ്റ് ബെൽറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന കമൻറ്റ് എനിക്ക് ജെന്യൂൻ ആയി തോന്നുന്നവർക്ക് ഞാൻ അത് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഈ ബെല്ലി ബെൽറ്റ് അത് എസ്പെഷ്യലി പ്രഗ്നൻറ്റ് വിമൻസ് ആണ് കമൻറ്റ് ചെയ്യേണ്ടത്, കാരണം അവർക്കാണ് ഇത് ഏറ്റവും പ്രയോജനം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെങ്കിലും. സോ അതും ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് എക്സ്പീരിയൻസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ സങ്കല്പ 5-സ്റ്റാർ ഹോട്ടലിലേക്ക് നമ്മുടെ ആള് വലിയ VIP ഗസ്റ്റ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ പുതിയ ഹോട്ടൽ. സോ നൈസ്, നോ? ഇറ്റ്സ് വൗ. അപ്പൊ നമുക്ക് എന്തായാലും ഹോട്ടലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ ഫുൾ വീഡിയോ ഇവിടെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഒരു ഹോട്ടൽ പോലെയാണ്. സോ ഓക്കെ, സോ ഗൈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, ഒരു ഗസ്റ്റ്. ഇപ്പൊ ഞാനാണ് ഹോസ്റ്റ്. അപ്പൊ പ്രിയ നമ്മുടെ ഗസ്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഏറ്റവും നല്ല സീറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സീറ്റ് ഓഫ് ദി ഹൗസ് ഓഫർ ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ വീട്ടില് ഹോട്ടലാണ്, എന്നാലും ഇപ്പൊ പറയുമ്പോൾ വീട് എന്ന് പറയാം, ഈ വീട്ടിലെ ബെസ്റ്റ് വ്യൂ ഉള്ളത് ഇപ്പൊ പ്രിയ ഇരിക്കാൻ പോകുന്ന സീറ്റാണ്. സോ അതാണ് ആസ് എ ഹോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഓക്കെ, സോ മാഡം പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അതൊന്നും അത്ര ആവശ്യമില്ല, അവിടെ ഇരുന്നാൽ മതി. ഇത് ടേബിൾ മാനേഴ്സ് എറ്റിക്കറ്റ് ആണ് കൂടുതൽ കേട്ടല്ലോ, അല്ലാതെ മറ്റേ ഹൗ ടു ട്രീറ്റ് യുവർ വൈഫ് അല്ല. ഓക്കെ, ഇനി ഇപ്പൊ പ്രീ ട്രെയിൻ ചെയ്തതിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഇനി അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ആദ്യമേ തന്നെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ആള് കൂളിംഗ് ഗ്ലാസ് ഊരുക. വൺസ് യു എൻ്റർ ഇൻഡോർസ്, യെസ് പ്ലീസ് റിമൂവ് യുവർ ഗ്ലാസസ്. എബ്രോഡ് ആണെങ്കിലും കണ്ണാടി ഊരണം. ഓക്കെ, പിന്നെ ഫസ്റ്റ് തിങ് ഈസ് നിങ്ങളുടെ ബാഗ് എപ്പോഴും എല്ലാ ലേഡീസും ഉള്ളതാണ്. അത് എവിടെയാ വെക്കണ്ടേന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും കാണും. ടേബിളിൽ വെക്കരുത്. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അല്ല, ഞാൻ പറയട്ടെ, 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന്, ഒരിക്കലും നമ്മൾ അതിനു മുമ്പ് ഇരിക്കുന്ന രീതി വളരെ തെറ്റാണ്. ബാക്ക് നേരെ വെക്കുക. ഓക്കെ, നെവർ സ്ലൗച്ച്, സിറ്റ് അപ്രൈറ്റ്, ഷോൾഡേഴ്സ് കുറച്ച് റോൾ ബാക്ക്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് പോസ്ചർ. ഇറ്റ് ഷോസ് ദാറ്റ് ഇപ്പുറത്തിരിക്കുന്നവർക്ക് യു ആർ ഗിവിംഗ് റെസ്പെക്ട് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അങ്ങനെ ഇരിക്കരുത്. ബിക്കോസ് എസ്പെഷ്യലി വി ആർ ടോക്കിംഗ് അബൌട്ട് ഈ ഒരു ഒഫീഷ്യൽ രീതിയിലാണ്. ഓക്കെ, പിന്നെ ബാഗ് വെക്കാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ചിലയിടത്ത് ബാഗ് ഹാങ്ങേഴ്സ് കാണും ടേബിളിൻ്റെ അടുത്ത് തന്നെ. ഇന്ത്യയിലൊന്നും അങ്ങനെ എവിടെയില്ല. മെയിനായിട്ട് ബാഗ് നിങ്ങളുടെ ഈ ചെയറും ബാക്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വെക്കാം, ഇഫ് ദർ ഇസ് ഇനഫ് സ്പേസ്. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഇതുപോലെ ഒരു ചെയർ നമ്മുടെ വെയിറ്റേഴ്സിനോട് ചോദിക്കുക, സൈഡിൽ വെക്കാം. ഞാൻ എന്റെ ബാഗ് എപ്പോഴും ചെയർ നീക്കി വെക്കാം. ഓക്കെ, എന്താ വെച്ചാൽ താഴെ വെച്ചാൽ നമുക്ക് ബാഗിന് റെസ്പെക്ട് കൊടുക്കുന്ന മാത്രമല്ല പൈസക്ക് റെസ്പെക്ട്, നമ്മൾ നേരത്തെ പൈസ വെക്കുന്നത് ആ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ചെയറിൽ വെക്കും. ഓക്കെ, ഇതൊക്കെ ബേസിക് ടേബിൾ എറ്റിക്കറ്റ്സ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു പ്രശ്നം മൊബൈൽ ഫോൺസ് ആണ്. പ്രിയയുടെ മൊബൈൽ ഫോൺ സൈലന്റിലായിരിക്കില്ല. സോ അൺലെസ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് call, please put your phone in silent and put it in your bag and never speak in between. Okay, അത് സൈലന്റും ആയിരിക്കണം. പിന്നെ if you are expecting very important call, അതൊരു വളരെ ലോ വോളിയത്തിൽ വെക്കുക. ആൻഡ് കോൾ വന്നു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്ന് പറയുക. ആൻഡ് പിക്ക് ഇറ്റ് അപ്പ് only if it's very important.
അപ്പോൾ ഇതാണ് ബേസിക് ടേബിൾ മാനേഴ്സ്. അപ്പോൾ ഇത്രയും സംഭവം ആയി അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഇതൊരു സാധാരണ ഓരോ ഹോട്ടലിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടുത്തെ രീതി നമ്മൾ അത്രയും വെസ്റ്റേൺ രീതി പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ രീതിയിൽ പൊതുവെ ഒരു പ്ലേറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സോ യു ഹാവ് എ പ്ലേറ്റ്, യു ഹാവ് എ നാപ്കിൻ, ഇത് സൂപ്പ് സ്പൂൺ. സോ എങ്ങനെ സൂപ്പ് സ്പൂൺ മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വീതി കൂടിയ സ്പൂൺ ആയിരിക്കും സൂപ്പ് സ്പൂൺ. ഒരു നൈഫ്, ഇതായിരിക്കില്ല നൈഫ്, നമുക്ക് തൽക്കാലത്തേക്ക് ഇതേ ഉള്ളൂ. ഇത് ഒരു നൈഫ്. ഇതല്ലാതെ ഒരു ബ്രെഡ് നൈഫ് കാണും. സോ സ്റ്റാർട്ടറായിട്ട് അവരൊരു കോംപ്ലിമെൻ്ററി ബ്രെഡ് തന്നു കഴിഞ്ഞാൽ ആ നൈഫായിരിക്കും ഉപയോഗിക്കുന്നത് ബ്രെഡും ബട്ടറൊക്കെ തേക്കാൻ. പിന്നെ 2 ഫോക്ക് കാണും. ഇതിപ്പോൾ 2 സെയിം സൈസാണ്. പക്ഷേ ഒരു വലിയ ഫോക്കും ചെറിയ ഫോക്കും സാധാരണ കാണാറുണ്ട്. ചെറിയ ഫോക്ക് ആണെങ്കിൽ ദാറ്റ് ഇസ് ഫോർ മെയിൻലി സാലഡ്സും അല്ലെങ്കിൽ ആപ്പറ്റൈസർ കഴിക്കാനാണ്. വലിയ ഫോക്കസ് ഫോർ യുവർ മെയിൻ കോഴ്സ്. പിന്നെ സാധാരണ നല്ല ഹോട്ടൽസിൽ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ചെറിയ സ്പൂണും ഫോക്കും വെക്കും. ഇതായിരിക്കും ഏറ്റവും ചെറുത്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം കഴിക്കാൻ ഇതാണ്. ഇത് ഡെസേർട്ടിനാണ്. സോ ഇതാണ് ബേസിക്കലി ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ്. ഐഡിയലി നിങ്ങൾ ഇതെടുത്ത് മെയിൻ കോഴ്സ് കഴിക്കുകയോ ഇത് വെച്ച് സൂപ്പ് കഴിക്കുകയോ ഇത് വെച്ച് ഡെസേർട്ട് കഴിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെയാണ് ബേസിക് ഒരു ടേബിളിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കാണുന്നത്. പിന്നെ ഗ്ലാസ്സസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇവിടെ അധികം കാണിക്കുന്നില്ല. കാരണം ഈ ഓരോ ഗ്ലാസ് വൈനിന് വേറെ ഗ്ലാസ്, ഷാമ്പെയിനിന് വേറെ ഗ്ലാസ്, വിസ്കിക്ക് വേറെ ഗ്ലാസ്, വെള്ളത്തിന് വേറെ ഗ്ലാസ്, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഗ്ലാസ്സിന് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം ആ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ അധികം ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ഫുഡ് വരും കേട്ടോ. പ്രിയ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ കാണിക്കണം. ഇപ്പോൾ പ്രിയ കൈ ആക്ച്വലി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് റോങ്. അപ്പം ഒരുപാട് ആൾക്കാരുടെ വിചാരം തെറ്റാണ്. പക്ഷേ ഇറ്റ് ഇസ് റൈറ്റ്. ടേബിളിൽ കൈ വെക്കാം അൺലെസ് യു ആർ ഈറ്റ് കഴിക്കുമ്പോൾ കൈ തലയിലോ അല്ലെങ്കിൽ കൈ ടേബിളിലോ വെക്കരുത്. ബട്ട് വെൻ യു ടേക്കിംഗ് എ ബ്രേക്ക് ഓർ വെൻ യു ആർ സ്പീക്കിംഗ് വിത്ത് സമൺ എൽസ് you can keep your hands on the table so that you can be more expressive. അതൊന്ന്. ഇനി മെയിൻ ആയിട്ട് നാപ്കിൻ ആണ്. ഓക്കെ, ഈ നാപ്കിൻ 2 രീതിയിൽ മടക്കാം. ഒന്ന് നമ്മൾ സാധാരണ എപ്പോഴും മടക്കുന്നല്ലോ, മടക്കി കാണിച്ചേ. ഇതെ എക്സാക്ട്ലി, അത് ഓൾറെഡി അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. ആൻഡ് പ്രിഫറബിളി ദ ട്രയാങ്കിൾ ഷേപ്പിംഗ് ഔട്ട്വേർഡ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ചെയ്യണം. സാധാരണ ഹോട്ടലിൽ പോയാലും നാപ്കിൻ കിട്ടിയാൽ ചെയ്യണം. കാരണം ഡ്രസ്സിൽ അഴുക്കാക്കുന്നത് വളരെ ഒരു ബാഡ് ഈറ്റിംഗ് മാനേഴ്സ് ആണ്. ഇനി ഇതല്ലാതെ ഞാൻ മടക്കുന്ന രീതി വേറെയാണ്. അത് ആക്ച്വലി എക്സാക്ട് ഹാഫ് ആക്കും. പെർഫെക്റ്റ് ഹാഫ് ആക്കിയിട്ട് വി മേക്ക് ഷുവർ ദാറ്റ് ഈ ഒരു ഓപ്പണിംഗ് അകത്തേക്കായിരിക്കും ഫേസിങ് അസ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ ഇവിടെ വൈപ്പ് ചെയ്തിട്ട് തിരിച്ചു വെച്ച് കഴിയുമ്പോൾ നാപ്കിൻ വിൽ ഓൾവേസ് ലുക്ക് ക്ലീൻ. ഓക്കെ, അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അത് പ്രിയക്ക് അറിയില്ല, അതൊരു നല്ല ടെക്നിക്കാണ്. മാക്സിമം നമ്മൾ വെളിയിൽ നാപ്കിൻസിന്റെ സ്റ്റെയിൻസ് കാണിക്കാതിരിക്കുക. ഇനി അടുത്തത് നാപ്കിൻ ക്യാൻ ബി യൂസ് ടു വൈപ്പ് യുവർ മൗത്ത് ഓൾസോ. ഇല്ല അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ബിബാണ്, അതൊന്നും പാടില്ല. ഇനി പ്രിയ യു ക്യാൻ യൂസ് ഇറ്റ് ടു വൈപ്പ് യുവർ ലിപ്സ് ഓൾസോ. അതൊന്ന് ജസ്റ്റ് ഇപ്പൊ നമുക്കൊന്ന് ടാപ്പ് ചെയ്യുന്ന പോലെ കാണിക്കാം. അതിന് യൂസ് ചെയ്യാം. കാരണം അത് വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നർ ഭാഗം ഉപയോഗിക്കണം എന്നില്ല. കാരണം അധികം അഴുക്കാവാൻ സാധ്യതയില്ലല്ലോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ സപ്പോസ് വി ആർ ഗോയിങ് ടു ദ ബാത്റൂം ഓർ ടോയ്ലറ്റ്, യു ക്യാൻ ജസ്റ്റ് leave it on the chair. You should not leave it on the table. എഴുന്നേറ്റിട്ട് ചെയറിലേക്ക് അത് വെക്കുക. and you can go to the bathroom. ഇപ്പൊ പോണ്ട, ഷൂട്ട് സമയമില്ല. രണ്ടാമത് ഇരുന്നിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ you can leave it on the table, but preferably on the left side. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാനാണെങ്കിലോ left side ഏതോ എന്തെങ്കിലും എക്സ്ട്രാ എടുക്കണം പോവാനാണെങ്കിലോ ഫുഡ്, ഇഫ് യു ആർ നോട്ട് ലീവിംഗ് ദ ഹോട്ടൽ ഫോർ ഗുഡ്, എന്നാൽ നിങ്ങൾ ഹോട്ടൽ ബില്ല് പേ ചെയ്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ എപ്പോൾ പോവാണെങ്കിലും ചെയറിൽ വെക്കുക. ആരെങ്കിലും കാണാൻ പോവാ, ബാത്റൂമിൽ പോവാ, ടേബിളിൽ വെക്കരുത്. ഓക്കെ, ലാസ്റ്റ് പോകുമ്പോൾ ടേബിളിന്റെ ലെഫ്റ്റ് സൈഡ്, പ്ലേറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട്, അതും യു ഡോണ്ട് ഹാവ് ടു ഫോൾഡ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ലീവ് ഇറ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് എഴുന്നേറ്റിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ക്ലോത്ത് ടേബിൾ ഈ നാപ്കിന്റെ മാനേഴ്സ്. ഇനിയിപ്പോ എല്ലാവരും ഹോട്ടലിൽ പോകുമ്പോൾ നമ്മളെ ഓർക്കണം, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കാണുമ്പോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചെയറിലിട്ടിട്ട് വേണം ഫുഡ് എടുക്കാൻ പോവാൻ, അല്ലേ? അതെ, നല്ലല്ലേ? അതെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടിലേക്ക് പോവാണ്. അതിനുമ്പേ ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നോർമലി നമുക്ക് ഗ്ലാസസിനെ കുറിച്ച് വെറി ചെയ്യണ്ട, കാരണം ദ സെർവേഴ്സ് വിൽ നോ വാട്ട് ഡ്രിങ്ക് ടു പോർ വെയർ. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നല്ല ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നോർമലി ടോളർ ഗ്ലാസസ് ആർ ഫോർ ആൽക്കഹോളിക് ബിവറേജസ് ആൻഡ് ടോളർ ഗ്ലാസ് ഷുഡ് ബി ബിഹൈൻഡ് ദി സ്മോളർ ഗ്ലാസ്. പക്ഷെ അതൊക്കെ അവർ തന്നെ ചെയ്തോളും. സോ ഗ്ലാസിനെ കുറിച്ച് നിങ്ങൾ അധികം വെറി ചെയ്യണ്ട. സോ ഇറ്റ് ഡസന്റ് ഹാപ്പൻ. നമ്മുടെ കൾച്ചറിൽ ഇത് അധികം ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് നോൺ ഡ്രിങ്കേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ഗ്ലാസിനെ കുറിച്ച് നമ്മൾ ആക്ച്വലി അറിയേണ്ട ആവശ്യമില്ല.
നമ്മൾ സപ്പോസ് 2 പേരായിട്ടോ ഒരു ഫാമിലി ആയിട്ടോ പോവാണെങ്കിൽ ആദ്യമേ എടുത്ത് കഴിക്കാൻ തുടങ്ങരുത്. If I am hosting you, I'll tell you to start. ആക്രാന്തം എസ്പെഷ്യലി എന്നെ പോലത്തെ ആക്രാന്തം പാടില്ല. Okay? If we both are going out and I'm hosting you, ഞാൻ ഇൻവൈറ്റ് ചെയ്ത് വരുവാണ്, അല്ലെങ്കിൽ if you are coming for an interview or something like that, I'll indicate please start eating എന്ന് പറയും. Preferably is like that. രണ്ടാമത് if you're going as a group, wait till everyone is served and then start eating. Okay? അപ്പൊ ഞങ്ങൾക്ക് അടുത്ത മെയിൻ അത്രയും വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത നമ്മുടെ മെയിൻ ഫുഡ് ഓർഡറിംഗ് പാർട്ടിലേക്ക് പോകാലോ. ഓക്കെ, വെയിറ്റ് ആദ്യം ഒന്നുമില്ല, സെർവറാണ് ഇപ്പൊ പ്രിയ വിളിച്ചത്. ഇസ് ആക്ച്വലി ദ റോങ് വേ ഓഫ് കോളിംഗ്. ഐഡിയൽ വേ ഓഫ് കോളിംഗ് എ സെർവർ ഇസ് ജസ്റ്റ് ടു റേസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ദാറ്റ്സ് ഓൺലി ഇഫ് ദേ ഡോണ്ട് ഹിയർ. ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് സ്മൈൽ. They will see. നല്ല നമ്മൾ പറയുന്ന നല്ല ട്രെയിനിങ് കിട്ടിയ ഒരു ഹോട്ടലിൽ പോകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തട്ടുകടയിൽ പോകുമ്പോൾ ഫോളോ ചെയ്യുന്ന മാനേഴ്സ് അല്ലല്ലോ. സോ they will see. അതൊക്കെ ചില ഫാൻസി റെസ്റ്റോറന്റിലുള്ളൂ. അപ്പൊ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ വേറൊരു ലേഡിയാണ്. Okay. Good evening. My name is Shanti. Oh really? I'm the restaurant manager here. And waiter. Manager and waiter. I like your uniform. Thank you, madam. Madam coaching in എല്ലാവർക്കും കാണാമല്ലോ വെയിറ്ററിനെ. Okay, so I like your hotel very much. Thank you. So, on the menu ഒന്ന് കാണിക്കൂ. അയ്യോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മെനു കാർഡ് എന്താണെന്നറിയോ? ഫുൾ മറ്റേ ഷുഗർ റിപ്പോർട്ട്. അത് ഫ്ലോപ്പ് ആയിട്ടാ, ഞാൻ കട്ട് ചെയ്തില്ല. ഫുൾ മറ്റേ ഷുഗർ റിപ്പോർട്ട്, കൊളസ്ട്രോൾ റിപ്പോർട്ട്. സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ഫയലാണ് മെനു കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സങ്കല്പിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്തോളൂ. അതായിരിക്കും ചിലപ്പോ ടെക്നിക്ക്. എല്ലാം ഹൈ ആണ്, എല്ലാ കാലറീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലല്ലാതെ ഞാൻ ഓർഡർ ചെയ്യാം. Order please. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടോ? No, madam. മമ്മി ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെക്കണ്ടേ? ഇവിടെ മീൻ പൊള്ളിച്ചതുണ്ടോ? No, madam. ഇവിടെ ഉണ്ടംപൊരി ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറയൂടെ എന്തൊക്കെയോ ഉണ്ട്. കോവിഡ് ടൈം ആയതുകൊണ്ട് സ്റ്റാഫ് കുറവാണ്. I liked it. ഞാനൊന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എഴുതൂ. I want chicken soup. Yeah. And then ഒരു steak. Okay? Steak. Which steak? മീഡിയം വെല്ലാണോ? മീഡിയം. ഐ തിങ്ക് സോ. ഒരു വെൽഡൺ പറഞ്ഞേക്ക്. അതാണല്ലോ നമ്മൾ. Well done. And എനിക്ക് dessert Beef or chicken? Beef മതി. നമ്മള് മലയാളികളെ ബീഫ് സ്നേഹിക്കുന്നവരാണ്. പിന്നെ എനിക്ക് dessert ആയിട്ട് I'll have almond cake. Yeah, we have almond cake. Okay. Thank you. And ഈ നിങ്ങളുടെ ഹോസ്പിറ്റൽ മെനു കൊണ്ടുപോക്കോളൂ. Any other things? ഇല്ല, ഇത്രയും മതി. Thank you, madam. Yes. എന്തൊരു സന്തോഷം. അഭിനയിക്കാൻ കുറച്ച് പാടല്ലേ ഇങ്ങനെ. Thank you. ഇത് ജാപ്പനീസ് ടെക്നിക്ക് ആയിട്ട് ഇടയ്ക്ക് കുഞ്ഞ് ഗ്രീറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കോഴ്സ് സൂപ്പാണ്. സൂപ്പ് ആക്ച്വലി നമുക്ക് കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ഒൺലി തിങ് ഇസ് ദാറ്റ് സൂപ്പ് സ്പൂൺ എടുത്താൽ. പക്ഷെ ഇത് ആക്ച്വലി ശരിക്കും കാണില്ല എബ്രോഡൊക്കെ. നമുക്ക് ഇതുപോലെ തന്നെ സൂപ്പ് സ്പൂൺ ആയിരിക്കും ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് എടുത്ത് എപ്പോഴാണ് കുടിക്കാൻ നോക്കട്ടെ. കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതിലിപ്പോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓൾറെഡി. ഇത് ഫുഡ് ബ്ലോഗ് അല്ല, നമ്മൾ ഫുഡ് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പറയാൻ പാടില്ല, അതൊക്കെ പറയാം. ഫുഡൊക്കെ എൻജോയ് ചെയ്യാം. ഓക്കെ, ഒൺലി മിസ്റ്റേക്ക് ഇസ് ദാറ്റ് സൂപ്പ് എടുക്കുമ്പോൾ ഡോണ്ട് ഡ്രിങ്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഫ്രണ്ടിൽ കൊണ്ടുപോയി ഒന്ന് അടി സ്വൈപ്പ് ചെയ്യാം. Yeah, perfect. So that it doesn't drip. കണ്ടോ? അപ്പോൾ ഇവിടത്തെ ഒഴുകുന്നില്ല. എന്നിട്ട് കുടിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. That's a good point. Okay.
എന്റെ ഇടയ്ക്ക് ഫുഡ് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഓർഡർ ചെയ്യുമ്പോ പിന്നെ എന്തായാലും നല്ലതായിരിക്കുമല്ലോ. എനിക്ക് കിട്ടില്ല. ഞാൻ ഇത് പിന്നെ ഓർഡർ ചെയ്തൊന്നും ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടോ. അല്ല ഈ ഹോട്ടലിൽ കുക്ക് ചെയ്താ. സോറി അതെ, നിങ്ങൾ അത് കേട്ടതും മറന്നു പോയേക്ക് കേട്ടോ. അല്ല വായിച്ചു കളഞ്ഞേക്ക്. ഇവിടെ ഈ ഹോട്ടലിലെ ഫുഡാണിത്. എവിടുന്നാന്നൊന്നും പറയുന്നില്ല. ഈ ഹോട്ടലിലെ മാത്രം ഫുഡാണിത്. ഓക്കെ, സോ എൻജോയ് യുവർ സൂപ്പ്. അപ്പോഴേക്ക് നമുക്ക് സെക്കൻഡ് കോഴ്സ് റെഡി ആക്കാം. ഫുഡ് കാണുമ്പോഴുള്ള സന്തോഷം അത് ഏത് രാജ്യത്തിൽ പോയാലും ഈ ഹോട്ടലിൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, madam. അപ്പൊ കഴിക്കല്ലേ? അപ്പൊ ഇത് അയ്യോ ഞാൻ ഇത് മറന്നുപോയി. സോറി. അത് അയ്യോ സോറി സോറി. വീണ്ടും വെക്കുക. ഓക്കെ, പക്ഷെ അത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കറക്റ്റ് അല്ല വെച്ചത്. സോറി സോറി. തന്നെ സ്വഭാവം പുറത്തിറങ്ങി തുടങ്ങി. ഇത് ട്രെയിൻ ചെയ്യാൻ നമുക്ക് ഒരു ദിവസത്തിലൊന്നും പറ്റുന്നതല്ലല്ലോ. അപ്പോ ഇത് ബേസിക്കലി റൈറ്റ് സൈഡിൽ നമ്മുടെ നൈഫ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഫോക്ക് ഉണ്ട്. സോ യു ഹാവ് ടു ഹോൾഡ് യുവർ നൈഫ് ഇൻ ദ റൈറ്റ് ഹാൻഡ്. അത് ഞാനൊരു ഓർമ്മിക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. 5 ആൽഫബറ്റ്സ് ഉള്ള വേർഡാണ് നൈഫ്. അത് എപ്പോഴും റൈറ്റ് ഹാൻഡിലായിരിക്കണം. ദാറ്റ് ഈസ് ലൈക്ക് നൈഫ്, സ്പൂണ്, SPOON 5 ആൽഫബറ്റ്സ് ആണ്. ആൻഡ് 4 ആൽഫബറ്റ്സ് ഉള്ളത് ലെഫ്റ്റ് ഹാൻഡിൽ. അതെനിക്കറിയില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഫോക്ക്. ഇപ്പൊ ഫോക്ക് 4 ആൽഫബറ്റ്സ് ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ്, 5 ആൽഫബറ്റ്സ് ഉള്ളത് റൈറ്റ് ഹാൻഡ്. അപ്പൊ ഒരിക്കലും മറക്കൂല. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്യും. എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കാലോ ഫോക്ക്. പക്ഷെ അത് തെറ്റാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈൻ. ഇനി ഇപ്പൊ ബേസിക്കലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നോർമലി കട്ട് ആൻഡ് ഈറ്റ്. ഇത് കഴിക്കാൻ 2 രീതി ഉണ്ട്. സോ ജസ്റ്റ് പ്രിയ ഫോക്ക് വെച്ച് പിടിച്ചിട്ട് ഒന്ന് നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ. നൈഫ് നമ്മുടെ വളരെ മോശമാണ്. ഇത് ബട്ടർ നൈഫ് ആണ്. ഇത് ആക്ച്വലി മറ്റേ സ്റ്റേക്ക് നൈഫ് ഒന്നും അല്ല. ഈ ഹോട്ടലിൽ നല്ലൊരു സ്റ്റേക്ക് നൈഫ് ഇല്ല. എല്ലാം കൊള്ളാം. ഈ ഹോട്ടലില് വെയിറ്ററോട് പറയണം. പക്ഷെ ഫുഡ് നല്ല വെൽ കുക്ക്ഡ് ആയതുകൊണ്ട് തുടങ്ങുമ്പോ തന്നെ വരുന്നുണ്ട്. ഓക്കെ, കഴിക്കുന്നതിന് മുമ്പ് ഓക്കെ 2 ways അതെ. ഇഫ് യു ആർ കംഫർട്ടബിൾ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കണം. ഇല്ല, കഴിക്കാൻ പറ്റില്ല. ഇത് ടേബിൾ എറ്റിക്കറ്റ് ആണ്. യു ഹാവ് ടു വെയിറ്റ്. ഒന്നില്ലെങ്കിൽ യു ക്യാൻ പുട്ട് യുവർ നൈഫ് ഡൗൺ ആൻഡ് കയ്യിൽ റൈറ്റ് ഹാൻഡിലേക്ക് ഫോക്ക് പാസ് ചെയ്യാം. നൈഫ് താഴെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡിലേക്ക് ഫോക്ക് കൊടുത്തിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇല്ല, തിരിച്ച് ലെഫ്റ്റ് ഹാൻഡിലേക്ക് കൊണ്ടുപോകും, നൈഫ് കൈ പിടിക്കും, അങ്ങനെയും കഴിക്കാം. ഇനി കഴിക്കാം. അല്ലെ, ഇത് മാഷ് പൊട്ടേറ്റോസും. ഇത് ആക്ച്വലി നമ്മൾ സാലഡ് പറയാത്തതുകൊണ്ടാണ് 2 രീതി കഴിക്കാം. സാലഡ് പറഞ്ഞിരുന്നെങ്കിൽ സാലഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആപ്പറ്റൈസർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് അവർ കൊണ്ടുപോയി മാറ്റിയാല്. സോ വെയിറ്റേഴ്സ് അതൊക്കെ നോക്കിക്കോളും. അതെ, ഇങ്ങനെ കട്ട് ചെയ്യാം. നൈഫ് എപ്പോഴും റൈറ്റ് ഹാൻഡിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല വശമായിരിക്കും. ഇത് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. കുറച്ച് മാഷ് പൊട്ടേറ്റോസ് വേണമെങ്കിൽ നൈഫിൽ എടുത്തിട്ട് ഫോക്കിലേക്ക് ഇടാം. ഇനി കഴിക്കാം. നിങ്ങൾ എന്നെയാണ് സമ്മതിക്കേണ്ടത്. ഇതൊക്കെ പ്രിയ കഴിക്കുന്നത്, ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ ഞാൻ വേഗം കഴിച്ചു തീരണോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. ഓക്കെ, അപ്പൊ ഇനി പ്രിയ ഒരു കാര്യം ചെയ്യാൻ, കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് പറയണം. അതുകൊണ്ട് ഇത് ഫുൾ എൻജോയ് ചെയ്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസേർട്ടും കൂടെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫൈൻ. കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ കഴിച്ചോളാം. പ്രിയ കുറച്ചധികം നേരമായി. ഓക്കെ, ഷീസ് ഓൾമോസ്റ്റ് ഡൺ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എവിടുന്നാണ് പറയുന്നത്? കാരണം എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. ഓക്കെ, സോ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ആക്ച്വലി ഇങ്ങനെ സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വെക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് കീപ് ഇറ്റ് എക്സാക്ട്ലി അറ്റ് 12 o'clock എന്ന് പറയുമ്പോൾ 2 സ്ട്രേറ്റ് ആയിട്ട് എക്സാക്ട്ലി 12 ആയിട്ട് വെക്കാം. യു ക്യാൻ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഇങ്ങനെയും വെക്കാം, വേണമെങ്കിൽ ഫോക്ക് മറിച്ചോ തിരിച്ചോ, ഡസന്റ് മാറ്റർ. ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഒരു 10 o'clock ആംഗിളിലും വെക്കാം. ബട്ട് ഐ പ്രിഫർ, അല്ലെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ പ്രിഫർ കീപ്പിംഗ് ഇറ്റ് ഇൻ ദ 12 o'clock way. ഇതാണ് എളുപ്പം അല്ലേ? ഇതാണ് എളുപ്പം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്ന് അർത്ഥം. എക്സാക്ട്ലി അല്ലേ? അതെ. ഇനിയിപ്പോ വാട്ട് ഇഫ് യു വെയിറ്റിംഗ് ഫോർ ദി ഫുഡ്? നമ്മള് ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല ഹോട്ടൽസിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഫൈൻ ഡൈനിങ്ങിൽ പോകുമ്പോൾ ഈവൻ ഇഫ് യു ആർ ഓർഡറിംഗ് എ ഡിഷ്,
they bring new plate for each dish. കാരണം ഇനിയിപ്പോൾ ഇതിലൊരു വേറെ ഡിഷ് അവർ സെർവ് ചെയ്യില്ല. സോ എപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് അവർ എന്തായാലും ക്ലിയർ ചെയ്യും. അതായത് ഒരു പ്ലേറ്റ് തന്നെ അവർ വിളമ്പിക്കൊണ്ട് അല്ലെങ്കിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കില്ല. സോ ദാറ്റ് ഡസന്റ് മാറ്റർ. എപ്പോഴും ഒരു പ്ലേറ്റ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഫുഡ് ബാക്കിയായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വന്നാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലേറ്റ് ക്ലിയർ ചെയ്തോളൂ. താഴെ വെക്കരുത്, താഴെ ഒട്ടും വെക്കരുത്, പ്ലേറ്റിൽ തന്നെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പൊ ഇത് എനിക്കിത് അറിയില്ലായിരുന്നു, ഞാനിപ്പോ പഠിച്ചു. പക്ഷെ ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സെർവർ വന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ എന്റെ വീടായിരുന്നു ഷൗട്ട് ചെയ്യണം. വീടല്ല, ഇത് ഹോട്ടലാണ്. അല്ല, സോറി. This waiter is very slow. Okay. അവിടെ എച്ചുഷ്മി പറയുന്നുണ്ട്. What is this? ഞാൻ കഴിച്ചു കഴിഞ്ഞ ഒരു അരമണിക്കൂറായി എന്നിട്ട് വെയിറ്റർ വന്നിട്ടില്ല. Okay, thank you. Sorry, madam. Okay, now bring me the dessert. Okay. അടുത്തത് ഇനി dessert ആണ്. മിക്കവാറും കഴിയുമ്പോൾ എനിക്കൊരു അടി കിട്ടും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ്. കാരണം this is a very wrong attitude. നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. മിക്കവാറും എനിക്ക് അടി കിട്ടാൻ സാധ്യതയുണ്ട് മമ്മിയുടെ ആഫ്റ്റർ കട്ട് പറഞ്ഞു കഴിയുമ്പോൾ. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയയുടെ ഹാൻഡ് പോസ്റ്റർ നാച്ചുറലി നമ്മുടെ എല്ലാവരുടെയും ടേബിളിൽ കൈ വരും. ബട്ട് ഇറ്റ് ഇസ് ഫൈൻ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മെയിൻ പോർഷനിലേക്ക് പോകാം. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര impressive ആയിരിക്കുന്നു. Thank you. Okay, ഞാൻ കഴിച്ചോട്ട് പറയാം. അപ്പൊ പ്രിയ ടിപ്പ് മറക്കരുത്, നമ്മുടെ ഡെസേർട്ട് കഴിക്കുമ്പോൾ ഏത് കയ്യിലാണ് സ്പൂൺ, ഏത് കയ്യിലാണ് സ്പൂൺ? അതായത് 5 ആൽഫബറ്റ്സ് ഉള്ളത് SPOON 5 ആൽഫബറ്റ്സ് ഉള്ളത്, ആൽഫബറ്റ്സ് ഉള്ളത് റൈറ്റ് ഹാൻഡ്, 4 ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ ഫോർക്ക് ലെഫ്റ്റിലും സ്പൂൺ ആൻഡ് നൈഫ് റൈറ്റിലും. ഇനി ബേസിക്കലി ചെയ്യേണ്ടത് ഈ ഫോക്കിലാണ് നമ്മൾ ഒരു എയ്ഡിങ് ടൂൾ ആയിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സ്പൂണിൽ നമ്മൾ നൈഫായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്പൂണിൽ കട്ട് ചെയ്യുക, ജസ്റ്റ് പിടിച്ചിട്ട് സ്പൂണിൽ കട്ട് ചെയ്യുക. ഇനിയിപ്പോ സപ്പോസ് ടോപ്പിംഗ്സോ ഡിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്പ് ചെയ്യാം. ഇത് ഇങ്ങനെ വെക്കല്ലേ? അതെ, എന്നിട്ട് സ്പൂണിലേക്ക് അത് ആക്കുക. ഞാൻ കഴിച്ചോട്ടെ വേഗം. സ്പൂണിലേക്ക് ആക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇതിൽ നമ്മൾ ഡെസേർട്ട് കഴിക്കുന്നത് എപ്പോഴും സ്പൂണിലായിരിക്കണം. ഫോക്ക് നമുക്ക് ഇങ്ങനെ എല്ലാം തിരിച്ച് സ്പൂണിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. നൗ യു കൻ എൻജോയ് ദി ഡെസേർട്ട്. എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഈ കിച്ചണിൽ നിന്ന് വന്നത് കൊണ്ടാണ്. അതെ, ഈ റെസ്റ്റോറന്റിന്റെ ഗുണമാണ്. ഇത് ഹണി ആൽമണ്ട് കേക്ക് ആണ്. ഇതൊക്കെ ഞാൻ പിന്നെ ഓ വേണ്ട, ഒരു തവണ എല്ലാവർക്കും മനസ്സിലായി. വേണ്ട, ഞാൻ അത് ഫുൾ കഴിച്ച് കാണിച്ചെന്നല്ലെങ്കിലേ ദില്ലു എടുത്ത് കഴിക്കും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുക. പോയി കേട്ടോ. അത് സൺഡേ അല്ലേ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോക്ക് വെച്ചാണ് ഈ സ്പൂണിലേക്ക് ജസ്റ്റ് എടുത്തിട്ടാൽ മതി. ഡെസേർട്ട് കാണുമ്പോ എന്റെ കൺട്രോള് പോയി ആക്രാന്തമൊക്കെ പോകും. നൈഫൊക്കെ മാറിപ്പോ. നമ്മുടെ എല്ലാരും അങ്ങനെ, ജെഫ്രി എന്തോ എല്ലാരും അങ്ങനെ. മേരിയ മാത്രമേ ഉള്ളൂ കുറച്ച് കൺട്രോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഓബ്വിയസ്ലി ഇത് ആക്ച്വലി എബ്രോഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടുത്തെ ഉള്ള എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസിലും ചെയ്യാറുണ്ട്. ഫിംഗർ ബോൾ എന്ന് പറയും. ഞാൻ ഒട്ടും യൂസ് ചെയ്യില്ല. എനിക്ക് കൈ വാഷ് ബേസിനിൽ തന്നെ പോയി കഴുകണം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് വാഷ് ബേസിനിൽ പോയി സോപ്പിട്ട് കഴുകും കേട്ടോ. ഞാൻ 2 പ്രാവശ്യം കഴുകും. എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. സോ പ്രിയ വിൽ എക്സ്പ്ലെയിൻ. ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഫിംഗർ ബൗളിൽ ഇങ്ങനെ ലെമൺ അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇടുന്നത്. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ലെമൺ എടുത്ത് സ്ക്വീസ് ചെയ്യുന്നത്. അങ്ങനെ സ്ക്വീസ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് ഫോർ എ ഡെക്കറേഷൻ ആക്ച്വലി. ജസ്റ്റ് ഫിംഗേഴ്സ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡിപ്പ് യുവർ റൈറ്റ് ഫിംഗേഴ്സ് ഓൾസോ. ഡിപ്പ് ചെയ്തിട്ട് നാപ്കിനിൽ തുടയ്ക്കുക. ഇതാണ് ഫിംഗർ ബൗൾ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പിഴിയരുത് എന്നാണ് ഒരു മെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പിന്നെ ഞാനൊരു എൻ്റെ ഒരു ഭയങ്കര ഇത് കണ്ടപ്പോൾ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ കുവൈറ്റിൽ, എനിക്ക് പേര് ഓർമ്മയില്ല, ഐ തിങ്ക് സോ ദ ഹോട്ടൽ നെയിം ഓഫ് സിസ്ലറിൽ പോയിട്ട് അവരിത് കൊണ്ടുവന്നു. അവരിത് ഫുഡ് കഴിഞ്ഞിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ വലിയ ഹോട്ടൽസ് ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്നുമ്പേ KFC McDonald's അങ്ങനെ പോയിട്ടുള്ളൂ. സിസ്ലർ കുറച്ചും കൂടെ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആണ് അന്നത്തെ കാലത്ത്. ഞാൻ അവിടെ പോയി ഇത് കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനതിൽ പഞ്ചസാര എടുത്തിട്ട് നാരങ്ങയും പിഴിഞ്ഞു. സത്യമായിട്ടും കുവൈറ്റിൽ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. ഐ വാസ് നോട്ട് ദാറ്റ് സ്മോൾ. ഞാനൊരു 7th സ്റ്റാൻഡേർഡിലും കണ്ടായിരുന്നു.
8th standard or 7th standard. Lemon juice I definitely thought it is for digestion. ലെമൺ ജ്യൂസ് ആണെന്ന് വിചാരിച്ചു. സോ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു വിചാരിച്ചാണ്. ഓക്കെ, അപ്പൊ പ്രിയ പക്ഷെ നമ്മള് ഇതുമായി നമ്മള് ഹയാത്തിൽ പോയപ്പോ ഡ്രിങ്ക് സ്വീറ്റിന്റെ ഒരു ഇത് മാറാനായിട്ട് മാറാൻ വേണ്ടി ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ദാറ്റ്. അത് പിന്നെ പറയാം. അത് ആക്ച്വലി നമ്മള് ഞങ്ങള് ഇനിയിപ്പോ വലിയ വലിയ നല്ല ഹോട്ടൽസ് ഇന്ത്യയിലല്ല എബ്രോഡ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരു 18 കോഴ്സ് അല്ലെങ്കിൽ 15 കോഴ്സ് 13 കോഴ്സ് മീൽസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവർ നമ്മുടെ പാലറ്റ് ക്ലെൻസ് ചെയ്യും. കാരണം ഇപ്പൊ ഒരു സ്ട്രോങ് ഫ്ലേവർ ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടങ്കിന് അടുത്ത ഫുഡിന്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഓരോ കോഴ്സിന്റെ ഇടയിൽ എസ്പെഷ്യലി ഒരു സ്ട്രോങ് കോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ അവരൊരു പാലറ്റ് ക്ലെൻസർ, ഒന്നില്ലെങ്കിൽ ഒരു സാലഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ചെറുതായിട്ട് മധുരമുള്ള ഒരു സോർബി ആയിരിക്കും, ചിലപ്പോൾ ഡ്രിങ്ക് ആയിരിക്കും. സോ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ മീൽസിന് എത്രയാണെന്ന് അറിയാം. ഏകദേശം ഒരു മീല് ഒരാൾക്ക് ഈ ഒരു 13 കോഴ്സ് മീൽക്കൊക്കെ 15,000 റുപ്പീസ് 16,000 റുപ്പീസ് ആണ്. ഒരു മാസം 1.5 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. അതൊക്കെ എന്തായാലും കോഡ് കഴിയട്ടെ. ഓക്കെ, അപ്പോൾ പ്രിയ, ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെർവറിനെ വിളിക്കുക, ബില്ല് പേ ചെയ്തിട്ട് പോവാ. വന്നില്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാം. കുറച്ചു നേരമായിട്ട് കണ്ടില്ലെങ്കിൽ കൈ ആക്ച്വലി കുറച്ചുകൂടെ പൊക്കാം കേട്ടാ. സ്കൂളിലൊക്കെ ടീച്ചർ അതെ, പക്ഷെ ഓൾവേസ് മെയിൻറ്റെയിൻ എ സ്മൈൽ ഓൺ യുവർ ഫേസ്. Excuse me, madam, anything please? No, you can give me the bill. Food was awesome. എനിക്ക് നിങ്ങളെ ഷെഫിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഒന്ന് ഷെഫിനെ വിളിക്കാമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മളിവിടെ ഒട്ടും കാണാത്ത ഒരു സംഭവമാണിത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഫുഡ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ എല്ലാവർക്കും ഭയങ്കര എനർജിയാണല്ലോ, എസ്പെഷ്യലി പബ്ലിക്കായിട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഷെഫിനെ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഓണറിനെ വിളിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുക. പേഴ്സണലി ആണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ പറ്റില്ല, നമ്മൾ ഡൈനിങ് ചെയ്യുമ്പോൾ ആ ഒരു എൻതൂസിയാസത്തോടെ ബി താങ്ക്ഫുൾ ടു ദം, ബി അപ്രിഷിയേറ്റ് ദം, സോ ദാറ്റ് ദേ വിൽ ബി വെരി മോട്ടിവേറ്റഡ്. കാരണം ബീങ് എ ഷെഫ് ഇസ് എൻ എക്സ്ട്രീംലി ഹാർഡ് ജോബ്. റെസ്പെക്ട് ദം ആൻഡ് മേക്ക് ഷുവർ യു കോംപ്ലിമെൻറ്റ് ദ ഷെഫ്. ഷെഫിന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ടെൽ നമ്മുടെ വെയിറ്റേഴ്സിനോടോ അല്ലെങ്കിൽ സെർവേഴ്സിനോട് പറയാം, പ്ലീസ് പാസ് ദ കോംപ്ലിമെൻറ്റ്സ് ടു ദ ഷെഫ് എന്ന് പറയാം. അത് എല്ലാവരും പഠിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ഓൺലി ഇഫ് യു ലൈക്ക്. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേസ് പബ്ലിക്ലി ആൻഡ് ക്രിട്ടിസൈസ് പ്രൈവറ്റ്ലി എന്നാണ്. മോൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ മോനാണെങ്കിലും ഭാര്യയുടെ കാര്യമാണെങ്കിലും അതൊരു ഹോട്ടലിലെ ഷെഫാണെങ്കിലും. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിലും അവർ അപ്പം തന്നെ അവിടെ പറയുക, സോ ദാറ്റ് ദേ വിൽ ഓൾസോ ഇംപ്രൂവ്. ഓക്കെ, ഷെഫ് വന്നോ? വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ വരും. ഓ, ഷെഫ് അടിപൊളിയാണല്ലോ. Yes, madam. എല്ലാം ഓൾ ഇൻ വൺ ആണല്ലോ അല്ലേ? ഇവിടെ കോവിഡ് കാരണം ആൾക്കാരില്ലാത്തതുകൊണ്ട് മാനേജർ വരും ഞാനാണ്. Yes, madam. Food was awesome. Yes, thank you, നിങ്ങളുടെ തലയിലിട്ടിരിക്കുന്ന തൊപ്പി കൊള്ളാം. Thank you, madam. ഇനി നിങ്ങൾ വെയിറ്റിന്റെ ബില്ല് കൊണ്ടുവന്നോളൂ. Yes, Okay. I'll bring. Okay, thank you. 5-star ഹോട്ടൽ റേറ്റ് തന്നെയായിരിക്കും ബില്ല്. Oh my god, it is 11,300. ഓക്കെ, അതിപ്പോ ഐ ഫീൽ ദാറ്റ് അവർ Really cheap, madam. നിങ്ങൾ പറഞ്ഞു ഇവിടെ സ്വീപ്പർ കുക്ക് എല്ലാം ഒരാളാണ്. എന്നിട്ട് ഇതാണ് ഇത്രയും റേറ്റ്. The tasty food, madam. That's why. ശരിക്കും 11,300. അല്ല, ആക്ച്വലി യു നോ വൈ ഇറ്റ് ഇസ് ഗുഡ്. നമ്മളിനി അടുത്ത പോകാൻ പോകുന്ന സ്ഥലത്ത് രണ്ടുപേരൊക്കെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസയാവും. അപ്പൊ നമുക്കൊരു ഷോക്ക് ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു റേറ്റ് ഇപ്പോഴേ നല്ലതാണ്. Okay, madam. നമ്മുടെ അടുത്ത ട്രാവൽ ഡെസ്റ്റിനേഷൻ ഇത്ര എക്സ്പെൻസീവ് ആണ്. അപ്പൊ പ്രിയ, ഞാൻ ഇറങ്ങുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ കൊടുത്തേക്ക്. Oh my god, I don't have this much money. Then you pay the card. കാർഡ് ഞാൻ എടുക്കാറില്ല പുറത്ത്. Sorry, madam. Now you do one thing. You come with me. Yes. I want to wash so many vessels there. You come. അവസാനിക്ക് മനസ്സിൽ എന്നെ കൊണ്ട് പാത്രം കഴിപ്പിക്കാൻ. വിട്ടോളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. പോയി പാത്രം കഴിക്കും, പോയിക്കോ. പോയി പാത്രം കഴിക്കിട്ട് വരാം.